ചുമപ്പണിഞ്ഞ പക്ഷികൾ പറന്നുയർന്നു ചേരുകിൽ ചുവപ്പണിഞ്ഞ പക്ഷികൾ പറന്നുയർന്നു ചേരുകിൽ തടുക്കയില്ലറിന്ദ്രനും ചുവന്ന സൂര്യനും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവണ്ണനുണ്ട്. രാജീവണ്ണ, ഈ ഇലക്ഷന് LDFന്റെ സാധ്യതകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? LDFന്റെ സ്ഥാനാർത്ഥിയായി നമ്മൾ ഈ വാർഡിൽ മത്സരിപ്പിക്കുന്നത് അനീഷ നിഹാദിനെയാണ്. ഈ ഇലക്ഷനെ സംബന്ധിച്ച് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിനടുത്ത് വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന LDF ഗവൺമെൻറ്റും കഴിഞ്ഞ 4 വർഷക്കാലം തൊഴിൽ പഞ്ചായത്ത് ഭരിച്ച LDF ഗവൺമെൻറ് പ്രവർത്തനം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നാട്ടിൽ ഒട്ടേറെ വിവാദങ്ങളുണ്ടായത്. ആ വിവാദങ്ങൾക്കൊന്നും ജനം ഇടം കൊടുത്തില്ല. 91 സീറ്റ് 99 സീറ്റ് വർദ്ധിപ്പിച്ചാണ് വീണ്ടും LDF അധികാരത്തിൽ വന്നത്. അന്ന് നാട്ടിൽ ജനങ്ങൾ ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ കോവിഡ് സമയത്ത് നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളും നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതും ജനം വോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അന്തരിച്ചു പോയ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണൻ ഈ വാർഡ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി നാട്ടിൽ ഞങ്ങൾക്ക് വേറെ രാഷ്ട്രീയമായാലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. നാട്ടിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാനം നമ്മുടെ ഗവൺമെൻറ് നവംബർ 1 പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ്റെ വർധനവ് 2000 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. അംഗനവാടി ജീവനക്കാർക്ക്, ആശാവർക്കർമാർക്ക്, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് അടക്കം എല്ലാ മേഖലയ്ക്കും കരുതലോടുകൂടിയാണ് ഗവൺമെൻറ് ക്ഷേമപ്രവർത്തനം നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ ഒരു 6-7 മാസം കഴിയുമ്പോൾ കരുനാഗപ്പള്ളിയിലെ 60 പാത നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ശ്രീ സഖാവ് അനീഷ നിഖാദിനെ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും തർക്കവുമില്ല. അത് വലിയ ഭൂരിപക്ഷത്തോടെ ഈ 1-ാം വാർഡ് ജനങ്ങൾ സഖാവിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ആ സ്ഥാനാർത്ഥി ചിത്രം പതിഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും നല്ലൊരു വിജയം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, എങ്ങനെ പോകുന്നു? ഞാൻ CPMന്റെ ലോക കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ വാർഡ് സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയ ഒരു വാർഡായിരുന്നു മണ്ഡല സലീം. ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കണമെങ്കിൽ അനീഷയെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് 100% നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ട്, ജയിക്കും. ഈ ആളുകളുടെ നിങ്ങൾ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ ആളുകളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രദേശം മൊത്തം ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. അത് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതല്ല. എല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അനീഷയെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ ചെറുപ്പക്കാരായാലും എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. അതിന് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അനീഷ 100% ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസവും, ജയിക്കുകയും ചെയ്യും. 1-ാം വാർഡിലെ ഒരുപാട് ഇലക്ഷനുകൾ കണ്ടൊരു മനുഷ്യനാണല്ലോ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ ഒരു ഇലക്ഷനിൽ LDFന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഒന്ന് പറയും? ഈ ഇലക്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പഞ്ചായത്തിൽ 4 കൊല്ലക്കാലം ഇവിടെ 1-ാം വാർഡിൽ LDFന്റെ മെമ്പറായിരുന്ന സലീം ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന ഒരു വാർഡാണ്. അതിനുശേഷം ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നു. അദ്ദേഹത്തിന് പറഞ്ഞ ശേഷം ഈ വാർഡിൽ ഒരു പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല. സലീമിൻ്റെ ചെയ്തു വെച്ച ഒരുപാട് പ്രവർത്തനങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി LDF സ്ഥാനാർത്ഥി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ഉള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. എങ്ങനെ നോക്കി കാണുന്നു ഈ ഇലക്ഷനെ LDFന്റെ? ഈ 1-ാം വാർഡിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഇവിടുത്തെ 23-ാം പഞ്ചായത്ത് വാർഡിൽപ്പെട്ട ഒരു പ്രദേശം കൂടി ഇങ്ങോട്ട് ഈ വാർഡിലോട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഈ വാർഡിലേക്ക് വന്ന പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിശ്ചയമായും
ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും, ഞങ്ങൾ ജയിപ്പിക്കും. ചുവപ്പണിഞ്ഞ പക്ഷികൾ പറന്നുയർന്നു ചേരുകിൽ ചുവപ്പണിഞ്ഞ പക്ഷികൾ പറന്നുയർന്നു ചേരുകിൽ തടുക്കയില്ലറിന്ദ്രനും ചുവന്ന സൂര്യനും ഉദാസനാ